പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ പ്രധാനപ്പെട്ടത് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ റോമൻ റെയിൻസ് റോയൽ റംബിളിൽ പരാജയപ്പെടാനുള്ള സാധ്യതകളെ സംബന്ധിച്ചും പരാജയപ്പെട്ടാൽ പിന്നീട് എന്ത് എന്നുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവുമാണ്. അതുപോലെ തന്നെ കുറച്ച് അപ്ഡേറ്റുകൾ സ്മാക്ഡൗണിൽ നിന്ന് ലഭിച്ചതായി നമ്മൾ മറ്റു കാര്യങ്ങളും നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായി പങ്കുവെക്കാനുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരം റോയൽ റംബിളിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പ്രൊഡിക്ഷനാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ 1 കണ്ടൻഡറെ കണ്ടുപിടിക്കുന്ന ഒരു ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ സ്മാക്ഡൗണിൽ സാന്റോസ് എസ്കോബാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കെവിൻ ഓവൻസ് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എൻട്രൻസ് സമയത്ത് സാന്റോസിൻ്റെ കൂടെ വന്ന ഏഞ്ചൽ ഗാർസ, കെരില തുടങ്ങിയവരെ ആക്രമിച്ച് LWO മെമ്പേഴ്സ് ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ഈ ഒരു മത്സരം ക്ലീനായി തുടങ്ങുന്നതും അവസാനിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം ആ ഒരു കമൻറ്റേറ്റേഴ്സ് ഭാഗത്തുണ്ടായിരുന്ന ലോഗൻ പോൾ കെവിൻ ഓവൻസിനെ കളിയാക്കുന്നുണ്ട്. ഒരൊറ്റ പഞ്ചായിരുന്നു കെവിൻ ഓവൻസിന് ലോഗൻ പോളിനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മത്സരം റോയൽ റംബിളിൽ നടക്കുമ്പോൾ ലോഗൻ പോൾ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ ലോഗൻ പോൾ റസൽമേനിയ വരെ ചാമ്പ്യനായി പോയി. പിന്നെ മറ്റൊരു താരത്തിനെ കൊണ്ട് ലോഗൻ പോളിനെ പരാജയപ്പെടുത്താനാണ് നിലവിൽ പ്ലാനുകൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അതുവരെ ലോഗൻ പോൾ ഈ ഒരു ടൈറ്റിൽ മത്സരങ്ങളിൽ റിട്ടേൺ ചെയ്തു തന്നെ പോകാനാണ് സാധ്യത കൂടുതൽ. കെവിൻ ഓവൻസ് എങ്ങനെയാണ് പരാജയപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് റോയൽ റംബിളിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു പോയിന്റ്. രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് കിരൺ ക്രോസിൻ്റെ പുതിയ ഫാക്ഷനെ സംബന്ധിച്ചാണ്. WWE മെയിൻ റോസ്റ്ററിലേക്ക് തിരികെ വന്ന AOP എന്ന് പറയുന്ന ടീം കിരൺ ക്രോസുമായിട്ടുള്ള ഒരു ഡീല് ഉണ്ടാക്കുകയും അവരുടെ ഒരു പുതിയ ഫാക്ഷന് രൂപീകരണം കൊടുക്കുന്നതുമാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ സ്മാക്ഡൗണിൽ തന്നെ ഒരു വീഡിയോ പ്രൊമോയിലൂടെ അവരുടെ ആ ഒരു സൂചന അവർ നൽകിയിരുന്നു എന്നുണ്ടെങ്കിലും ഇന്നത്തെ സ്മാക്ഡൗണിൽ അവർ ബോബി ലാഷ്ലിയെയും സ്ട്രീറ്റ് പ്രോഫിറ്റിനെയും ആക്രമിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കിരൺ ക്രോസിനെ സംബന്ധിച്ച് ഇത് വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കിരൺ ക്രോസിന് ഇൻഡിവിജ്വലായി വലിയ പ്രാധാന്യമൊന്നും സ്മാക്ഡൗണിൽ കിട്ടുന്നില്ല. കിട്ടുന്ന മത്സരങ്ങളിൽ കിരൺ ക്രോസ് പരാജയപ്പെടുന്നതുമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നത്. അപ്പോൾ കിരൺ ക്രോസ് ഒരു ഫാക്ഷൻ്റെ ഭാഗമായി ഒരു ലീഡർ എന്നുള്ള ഒരു നിലയിലേക്ക് മാറുമ്പോൾ ആ ഒരു ഫാക്ഷനിൽ ലഭിക്കുന്ന സ്റ്റോറി ലൈനുകളിൽ കിരൺ ക്രോസിനും കുറച്ച് ഇമ്പോർട്ടൻസ് ലഭിക്കും. അപ്പോൾ തിരികെ വരുന്ന AOP എന്ന് പറയുന്ന ഒരു പവർ ഹൗസ് ടാഗ് ടീം അത് കിരൺ ക്രോസിനെ പോലെയുള്ള ഒരു റെസ്ലറുടെ കൂടെ കൂടുമ്പോൾ നമുക്ക് പുതുതായി എന്തെങ്കിലുമൊക്കെ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ പുതിയൊരു സ്റ്റോറി ലൈൻ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട്. എന്തായാലും ബോബി ലാഷ്ലി, സ്ട്രീറ്റ് പ്രോഫിറ്റ് തുടങ്ങിയവർ ഒരു ഡിജിറ്റൽ എക്സ്ക്ലൂസീവ് വീഡിയോയിൽ സ്മാക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം പറയുന്നത് അടുത്ത സ്മാക്ഡൗണിൽ തങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബോബി ലാഷ്ലി, സ്ട്രീറ്റ് പ്രോഫിറ്റ് തുടങ്ങിയവരുടെ ടീം ഒരു ഹീലായിട്ടാണ് സ്മാക്ഡൗണിൽ ആരംഭിച്ചത് എന്നുണ്ടെങ്കിൽ നിലവിലൊരു ഫേസ് ടീമായിട്ട് മാറുന്നതാണ് നമുക്കിപ്പോൾ അടുത്തായി കാണാൻ സാധിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ അപ്ഡേറ്റ് ടൈലർ ബേറ്റിൻ്റെ മെയിൻ റോസ്റ്റർ കോളപ്പിനെ സംബന്ധിച്ചാണ്. ബുച്ച് എന്ന് പറയുന്ന റെസ്ലറുടെ ടാഗ് ടീം പാർട്ണറായി പ്രിറ്റി ഡെഡ്ലി എന്ന ടീമിനെതിരെ ഒരു ടാഗ് ടീം മത്സരം കളിച്ചുകൊണ്ടാണ് ടൈലർ ബേറ്റ് സ്മാക്ഡൗണിൻ്റെ ഭാഗം ആകുന്നത്. ഒഫീഷ്യലി ടൈലർ ബേറ്റിനെ സ്മാക്ഡൗണിൻ്റെ ഭാഗം ആക്കി എന്ന് തന്നെ നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുണ്ട്. ഫോർമർ UK ചാമ്പ്യനൊക്കെ ആയിരുന്ന ടൈലർ ബേറ്റിൻ്റെ ഈ ഒരു മെയിൻ റോസ്റ്റർ കോളപ്പിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ടൈലർ ബേറ്റ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ടൈലർ ബേറ്റ് ടാഗ് ടീം ഡിവിഷനിൽ കിടക്കുന്നതിനേക്കാൾ ഇൻഡിവിജ്വലായിട്ട് അദ്ദേഹത്തിന് കൂടുതൽ പുഷ് കൊടുക്കുന്നതാണ് ടൈലർ ബേറ്റ് എന്ന് പറയുന്ന റെസ്ലർ എത്രത്തോളം മികച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു അഭിപ്രായവും എനിക്കുണ്ട്. NXT കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് ടൈലർ ബേറ്റ് എന്ന റെസ്ലറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യം ഇല്ല എന്നുള്ളതും എനിക്ക് കൃത്യമായിട്ട് അറിയാം. ടൈലർ ബേറ്റിൻ്റെ മെയിൻ റോസ്റ്റർ കോളപ്പിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നീട് പങ്കുവെക്കാനുള്ളത് മെൻസ് റോയൽ റംബിളിലേക്ക് ബോബി ലാഷ്ലി ഒരു എൻട്രി നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വുമൻസ് റോയൽ റംബിൾ മത്സരത്തിലേക്ക് ബിയാങ്ക ബെലേറും സ്മാക്ഡൗണിലൂടെ എൻട്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവസാനമായി പങ്കുവെക്കാനുള്ളത് റോമൻ റെയിൻസ് റോയൽ റംബിളിൽ ഫെറ്റൽ ഫെറേ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ റസൽമേനിയയിൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ സാധ്യത എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഓൾറെഡി സ്മാക്ഡൗൺ എപ്പിസോഡിൽ എന്താണ് നടന്നത് എന്നുള്ളത് ഞാൻ രാവിലത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചതാണ്. ഇനി ആ ഒരു വീഡിയോ അതുപോലെ തന്നെ സ്മാക്ഡൗൺ എപ്പിസോഡ് തുടങ്ങിയവ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ചുരുക്കി പറയാം. സ്മാക്ഡൗണിലെ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ റോമൻ റെയിൻസും ബ്ലഡ് ലൈനും വന്ന് അവസാനം ആ 3 റെസ്ലേഴ്സിനെയും ആക്രമിക്കുന്നു. പിന്നീട് പോൾ ഹേമൻ്റെ ചെവിൽ നിക്ക് ആൽഡിസ് പറയുന്നുണ്ട് റോമൻ റെയിൻസ് ഫെറ്റൽ ഫോർവേയോട് കൂടിയിട്ടാണ് റോയൽ റംബിളിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അങ്ങനെ ആ ഒരു സ്മാക്ഡൗൺ അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. റോമൻ റെയിൻസ് പരാജയപ്പെടാൻ വളരെ സാധ്യത കുറവാണെങ്കിൽ കൂടിയും റോമൻ റെയിൻസിന് പരാജയപ്പെടാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു ഫെറ്റൽ ഫോർവേ മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം
ഒരു റെസ്ലറിനെതിരെ മാത്രമല്ല റോമൻ റെയിൻസ് ഫോക്കസ് കൊടുക്കേണ്ടത്. 3 റെസ്ലേഴ്സിന് ഒരേ സമയം ഫോക്കസ് കൊടുക്കുമ്പോൾ അത് ചാമ്പ്യനെ സംബന്ധിച്ച് ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ റെസ്ൽമേനിയ എന്ന് പറയുന്ന ആ ഒരു മെഗാ ഇവൻറ്റ് കുറച്ചും കൂടി അൺപ്രഡിക്റ്റബിൾ ആക്കാൻ വേണ്ടി റോമൻ റെയിൻസ് ടൈറ്റിൽ ഡ്രോപ്പ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ റോമൻ റെയിൻസ് പരാജയപ്പെടുന്നത് പോലെ ക്രിയേറ്റീവ് ടീം കാണിച്ചാൽ റെസ്ൽമേനിയയിൽ നടക്കാൻ സാധ്യതയുള്ള പ്ലാനുകളിൽ ഒന്നാമത്തേത് റാൻഡി ഓർട്ടൻ പുതിയ ചാമ്പ്യനായി എന്ന് നിങ്ങൾ ഒന്ന് കരുതുക. റാൻഡി ഓർട്ടൻ കോഡി റോഡ്സിനെ നേരിടും. അതായത് കോഡി റോഡ്സ് എലിമിനേഷൻ ചേംബറിലെ നമ്പർ 1 കണ്ടൻഡർ മത്സരം വിജയിച്ച് കോഡി റോഡ്സും റാൻഡി ഓർട്ടനും ഈ ഒരു അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിലിന് വേണ്ടി റെസ്ൽമേനിയയിൽ ഏറ്റുമുട്ടും. അപ്പോൾ കോഡി റോഡ്സ് അവിടെ റാൻഡി ഓർട്ടനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ചാമ്പ്യനാകുന്നു. കോഡി റോഡ്സിന് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റോയൽ റംബിളിലെ മെൻസ് റോയൽ റംബിൾ മത്സരത്തിൽ വിജയിച്ച് CM പങ്കും സെത്തിനെതിരെയുള്ള ആ ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുന്നു. ആ ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരവും റെസ്ൽമേനിയയിൽ നടക്കുന്നു. പിന്നീട് റോമൻ റെയിൻസിന് കൃത്യമായിട്ടുള്ള ഒരു എതിരാളിയില്ല. അവിടെയാണ് ദി റോക്കിൻ്റെ ഒരു ചലഞ്ച് റോമൻ റെയിൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നതും റോക്ക് വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് ആവശ്യമില്ലാത്ത ആ ഒരു മാർക്കി മത്സരം റെസ്ൽമേനിയയിൽ വെക്കുന്നതും. അതിൽ വേണമെങ്കിൽ റോമൻ റെയിൻസ് വിജയിക്കട്ടെ. പിന്നീട് റോമൻ റെയിൻസ് വലിയൊരു മൊമെൻറ്റം റോക്കിനെതിരെ വിജയിച്ച് സ്വന്തമാക്കിയതിലൂടെ പിന്നീട് കോഡി റോഡ്സിനെ ചലഞ്ച് ചെയ്യുന്നു. പിന്നീട് വേണമെങ്കിൽ റോമൻ റെയിൻസ് പിന്നെയും ചാമ്പ്യൻ ആകുന്നു. അല്ലെങ്കിൽ സെത്തിനെ ചലഞ്ച് ചെയ്ത് സെത്തിൻ്റെ ഒരു ചാമ്പ്യൻഷിപ്പ് റോമൻ റെയിൻസ് വിജയിക്കുന്നതായിട്ടും കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഇപ്പോൾ റോയൽ റംബിളിൽ റോമൻ റെയിൻസ് ടൈറ്റിൽ ഡ്രോപ്പ് ചെയ്താൽ, റോമൻ റെയിൻസ് പരാജയപ്പെട്ടാൽ WWE ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന സ്റ്റോറി ലൈനുകളാണ്. പക്ഷേ റോമൻ റെയിൻസ് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഇനിയിപ്പോൾ റോമൻ റെയിൻസ് പരാജയപ്പെട്ടാൽ റാൻഡി ഓർട്ടൻ ആയിരിക്കും പുതിയ ചാമ്പ്യനായി നമുക്ക് കാണാൻ സാധിക്കുക. ഇത് ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.